my dear students, welcome back to Edexi Learning. So, നമ്മൾ തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ നിങ്ങൾ IP മാറ്റ് റോത്തക്കിന്റെ തന്നെ ക്വാണ്ടിന്റെ സിലബസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതേ സിലബസിൽ തന്നെ വെർബൽ എബിലിറ്റി എന്ന് പറഞ്ഞ പോർഷനിലേക്കാണ് പോകുന്നത്. സോ ആ ഒരു പോർഷനിൽ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വെർബൽ എബിലിറ്റി എന്ന് പറയുന്ന പോർഷനിൽ നിങ്ങൾക്ക് ടോട്ടൽ ഒരു 14 ടൈപ്പ് ഓഫ് സംഭവങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എറ്റിമോളജി ആൻഡ് റൂട്ട്സ് എന്നാണ്. അതായത് എറ്റിമോളജി എന്താണ്, നമ്മുടെ സ്റ്റഡി ഓഫ് എ വേർഡ് അല്ലെ, ഒരു വേർഡിന്റെ ഒറിജിൻ ടു അതിന്റെ ഹിസ്റ്ററി ആൻഡ് എന്താണ് അത് എങ്ങനെ കാലക്രമേണ അതിന്റെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സിലൂടെ കടന്നു വന്ന് അത് എത്രത്തോളം ചേഞ്ച് ആയി എന്നുള്ള രീതിക്ക് ഒരു വേർഡിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത് എറ്റിമോളജി എന്ന് പറയുന്നത്. സോ അവിടെയും ഇവിടെയും വരുന്നത് അതേ സംഭവം തന്നെയാണ്. നിങ്ങളൊരു വേർഡിന്റെ റൂട്ട്സിൽ നിന്നും ഉള്ള ക്വസ്റ്റ്യൻസ്, ഈ വേർഡ് എങ്ങനെ ഉത്ഭവിച്ചു അല്ലെങ്കിൽ മീൻസ് ഈ വേർഡ് ഏത് ഭാഷയിൽ നിന്ന് വന്നു എന്നുള്ള രീതിക്ക്. ഇപ്പൊ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്നവർക്ക് അറിയാമായിരിക്കും മെറ്റാഫിസിക്കൽ എന്ന് പറഞ്ഞൊരു വേർഡ്. സോ ഇതെന്ന് പറയുന്നത് ഗ്രീക്ക് ഒറിജിൻ ആണ്. ഓക്കെ, മെറ്റ എന്ന് പറയുന്ന ബിയോണ്ട് എന്ന അർത്ഥം വരുന്ന വേർഡും പിന്നെ ഫിസിക്ക എന്ന് പറയുന്ന എന്താണ് നേച്ചർ എന്ന് പറയുന്ന വേർഡ് രണ്ടും കൂടി ബിയോണ്ട് നേച്ചർ എന്ന് പറയുന്ന ഒരു രീതിക്ക് മെറ്റാഫിസിക്കൽ എന്ന് പറഞ്ഞൊരു വേർഡ് ഫോം ചെയ്തു. അത് എവിടെ നിന്നാണ് ഫോം ചെയ്തത്? ഗ്രീക്ക് വേർഡ് ആണത്. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ചോദിക്കുവാണെങ്കിൽ മെറ്റാഫിസിക്കൽ എന്ന ക്വസ്റ്റ്യൻ ഏത് ഒറിജിൻ ആണ്, അല്ലെങ്കിൽ സോറി ആ ഒരു വേർഡ് ഏത് ഒറിജിൻ ആണ്, ഓക്കെ ഏത് ഭാഷയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അതേപോലെ പല പല വേർഡ്സിന്റെ ഒറിജിൻ എവിടെ നിന്നായിരിക്കും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പോർഷനിലായിട്ട് വരുന്നത്, എറ്റിമോളജി ആൻഡ് റൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്. അത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്താണ് ഇഡിയം എന്നുള്ളത്? ഒരു ഫ്രേസ് ഉണ്ട് അല്ലെ, ഒരു ഫ്രേസിന്റെ ലിറ്ററൽ മീനിങ് അല്ലാതെ അതിന് അപ്പുറം അതിന് വേറൊരു മീനിങ് ഉള്ള കൈൻഡ് ഓഫ് ഫ്രേസസ് ആണ് എന്ത് പറയുന്നത്, ഇഡിയംസ് എന്ന് പറയുന്നത് അല്ലെ. അതായത് നമുക്കറിയാം ഇപ്പൊ എന്താ പറയാ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വെരി റയർലി എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വേറൊരു സംഭവം നമുക്ക് പറയാൻ പറ്റും, എന്താണ് ക്യാറ്റ് ഓൺ എ വാൾ എന്ന് പറയും അല്ലെ. അതെന്താണ്, ഇപ്പൊ നമ്മളെ എക്സാമിനൊക്കെ ഇപ്പൊ എന്താ അവസ്ഥ, റെഡി ആയോ, മീൻസ് പാസ്സാവോ അതോ പൊട്ടോ എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഉറപ്പില്ല, ചിലപ്പോൾ പൊട്ടും ചിലപ്പോൾ പാസ്സാവും എന്നുള്ളത് പറയാനാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ക്യാറ്റ് ഓൺ എ വാൾ എന്ന് പറയും. അതേപോലെ യൂസ് ചെയ്യുന്ന കുറെ ഇഡിയംസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഇഡിയംസിന്റെ മീനിങ് ചോദിച്ചുകൊണ്ടോ അങ്ങനെ ഇഡിയംസ് റിലേറ്റ് ചെയ്തുകൊണ്ടോ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു പോർഷനിൽ വരുന്നത്. ഓക്കെ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ദെൻ അനോളജീസ്. അനോളജീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ്. ഓക്കെ, അനോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കമ്പാരിസൺ ആണ് വരുന്നത്. അതായത് നിങ്ങൾക്കൊരു സെറ്റ് ഓഫ് ആൻസർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചാൽ അതിൻ്റെ റിലേഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് ചോദിച്ചത് എന്താണോ അവിടെ നിങ്ങൾ ഫില്ല് ചെയ്യണം. അതായത് എങ്ങനെയാണ് വരെ ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ പാരറ്റ് എന്ന് എഴുതിയിട്ട് ഒരു എന്താ പറയുക അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് എന്ത് കൊടുക്കും, ബേർഡ് എന്ന് കൊടുക്കും. ഇപ്പം നിങ്ങൾക്ക് അത് നമ്മൾ റിലേഷൻ കിട്ടിയില്ലേ, പാരറ്റ് എന്ന് പറയുന്ന ഒരു ബേർഡാണ് എന്നുള്ള രീതിക്കാണ് അതവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ തൊട്ട് താഴെ ക്യാറ്റ് എന്ന് കൊടുത്തിട്ട് ഒരു കോളൻ ഇട്ട് ഇപ്പോഴത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ എന്താണോ ആ മേലെ പറഞ്ഞതിൽ എങ്ങനെയാണോ ഇത് കണക്ട് ആയത് അതേപോലെ താഴെയുള്ളത് കണക്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനെ വരിക, മുകളിൽ സിമ്പിൾ അല്ലേ, പാരറ്റ് ബേർഡ് ആണെങ്കിൽ ക്യാറ്റ് എന്താണ് ആനിമൽ എന്നുള്ള ലെവൽ. ഇത് ഇത്ര സിമ്പിൾ അല്ല ചോദിക്കുക, പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ വരുന്നത് ആന്റണിംസ് ആൻഡ് സിനോണിംസ്. അത് എളുപ്പമാണ്. എന്താണ് ആന്റണിംസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡ്സ് ആണ്. നമുക്കറിയാം അല്ലെ, ഡേ നൈറ്റ് എന്ന് പറയുന്ന പോലെ ഹോട്ട് കോൾഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അല്ലെ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവമാണ്. സിനോണിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമിലർ മീനിങ് വരുന്ന ഒരുപാട് വേർഡ്സ് ഉണ്ട് അല്ലെ നമ്മുടെ അടുത്ത്, അതാണ് എന്താ സിനോണിംസ് എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇപ്പം എന്താ പറയുക, ഒരു വേർഡ് തന്ന് അതിന്റെ സിമിലർ മീനിങ്ങിലുള്ള വേർഡ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ ഓഡ് വൺ ഔട്ട് എന്നുള്ള രീതിക്ക് ചിലപ്പോൾ ഒന്ന് ആന്റണിം ആയിരിക്കും, അത് ഏതാണ്, അങ്ങനെയുള്ള രീതിക്കൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, പിന്നെ വരുന്നത് ഫോറിൻ വേർഡ്സ്. ഫോറിൻ വേർഡ്സിന് യൂസ് ആണ്. നമുക്ക് ഒരുപാട് ഫോറിൻ വേർഡ്സ് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഇഷ്ടംപോലെ ഫോറിൻ വേർഡ്സ് ഉണ്ട്. അപ്പൊ അറിയുന്ന ഒരു കേസ് പറയുകയാണെങ്കിൽ കാർപ്പേഡിയം എന്ന് പറയുന്നത്, കാർപ്പേഡിയം അധികം പേരും കേട്ടിട്ടുണ്ടാകും. സീസ് ദ ഡേ എന്നാണ് അതിന്റെ മീനിങ് അല്ലെ. അതായത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ മൊമെന്റും എൻജോയ് ചെയ്ത് പോവുക എന്നുള്ളൊരു സംഭവമാണ്. ഓക്കെ, അപ്പൊ അതെന്താണ്, അതൊരു ഫോറിൻ വേർഡാണ്. അപ്പൊ അതിന്റെ മീനിങ് മേ ബി ചോദിച്ചേക്കാം. ഈ ഒരു ലെവലിൽ ഒരുപാട് ഫോറിൻ വേർഡ്സ് നിങ്ങൾ കവർ ചെയ്യണം. ഓക്കെ, ഈ ഒരു എക്സാമിലേക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് എന്താണ്, മൊത്തത്തിൽ ഗ്രാമറാണ്. ഇത് നമ്മുടെ ഇപ്പൊ പറയാൻ പോകുന്ന ഒരു 4 പോർഷൻസോളം എന്താണ് ഗ്രാമറിന്റെ അണ്ടറിലായിട്ടാണ് നിങ്ങൾക്ക് വരിക.
ഓക്കെ, എങ്ങനെ നൗൺസ് ആൻഡ് പ്രൊനൗൺ എറേഴ്സ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാം നമുക്ക് ഒരുപാട് പാർട്സ് ഓഫ് സ്പീച്ചസ് ഉണ്ട് അല്ലേ. ഇപ്പം ഒരുപാടല്ല പാർട്സ് ഓഫ് സ്പീച്ചസ് ഉണ്ട് അല്ലേ. നൗണ്, പ്രൊനൗണ്, സബ്ജക്റ്റ്, വെർബ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അപ്പൊ അത് സംബന്ധിച്ച് വരുന്ന എറേഴ്സ് ആണ് ഇവിടെ ഡീൽ ചെയ്യുക. ഏതാണ് നൗൺസ് പ്രൊനൗൺസ് തമ്മിലുള്ള എറേഴ്സ്. അങ്ങനെ അതായത് നിങ്ങൾക്ക് അറിയാം ഇപ്പൊ നൗണ് പ്രൊനൗൺ ഒക്കെ വെച്ചിട്ട് ഇപ്പൊ ഹി ഡ്രിങ്ക് എന്ന് പറയത്തില്ല അല്ലെ, ഹി ഡ്രിങ്ക്സ് ആണ് അല്ലെ. നമുക്ക് സിംഗുലർ പ്ലൂറൽ ഒക്കെ ശ്രദ്ധിച്ച് സെന്റൻസിന് ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കേസാണ് അവിടെ വരിക. അതേപോലെ തന്നെ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് അതും ഈ സെയിം സംഭവമാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആണ് അതിലേക്ക് വരുന്നത്. ഏത് ഹി ഡ്രിങ്ക്സ്, ഷീ ഡ്രിങ്ക്സ് എന്നൊക്കെ പറയല്ലോ. അത് എന്താ ഹി ഡ്രിങ്ക്, ഷീ ഡ്രിങ്ക് എന്ന അവിടെ മിസ്റ്റേക്ക് ആണ് അല്ലെ. അതേപോലെ ഈ പ്ലൂറൽ സിംഗുലർ ഒക്കെ വെച്ചിട്ട് സബ്ജക്ട്സ് ഓരോ സബ്ജക്റ്റും എന്താ പറയുക അതിന്റെ കൂടെ യൂസ് ചെയ്യുന്ന വേർബ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് സബ്ജക്ട് വേർബ് അഗ്രിമെന്റിൽ വരുന്നത്. പിന്നെ പ്രപ്പോസിഷൻസ് ആൻഡ് കൺജക്ഷൻസ് അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ ഓൺ, ഇന്നൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് കൺഫ്യൂഷൻ വരുന്ന ഒരു പ്രപ്പോസിഷൻ ആണ് ഓണും ഇന്നും അല്ലെ. ഓൺ എവിടേക്ക് വരും, ഇന്ന് എവിടേക്ക് വരും എന്നുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ കേസസ് ഒക്കെ അവരെന്ത് ചെയ്യും, ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ വരും. അതേപോലെ തന്നെ കൺജങ്ഷൻസ് നിങ്ങൾക്ക് അറിയാം, രണ്ട് സെന്റൻസിനെ കൂട്ടി യോജിപ്പിക്കുന്ന ആൻഡ്, ബട്ട് എന്നൊക്കെ പറയുന്ന രീതിക്കുള്ള സെന്റൻസസ് എന്താണ് സംഭവങ്ങളാണ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൽ വരുന്ന എറേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം, റൈറ്റ് ആൻസർ ചെയ്യണം. ഓക്കെ, ദെൻ ടെൻസസ്, മോഡിഫയേഴ്സ് ആൻഡ് പാരലലിസം എന്ന് പറയുന്നൊരു പോർഷനാണ്. അതായത് നിങ്ങൾക്കറിയാം ടെൻസസ് നിങ്ങൾക്കറിയാം നമുക്ക് എന്താണ് ഒരു കാലം എപ്പോൾ ഇത് സംഭവിച്ചു എന്നുള്ളത് ആ സെന്റൻസിൽ നമുക്ക് മനസ്സിലാവും. അത് വെച്ചിട്ട് ആ സെന്റൻസിന് ഓരോ പാറ്റേൺ ഉണ്ട്, ഇന്ന വേർബ് വരണം, വേർബിന്റെ ഫോം ഇന്നതായിരിക്കണം എന്നുള്ള രീതിക്ക് അതൊക്കെ ശ്രദ്ധിക്കണം. അതിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് കണ്ടുപിടിക്കുക എന്നുള്ള രീതിക്കായിരിക്കും ആ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞത് മോഡിഫയേഴ്സ് ഉണ്ട്. അതിന്റെ ടെൻസസിന് കൂടുതലാണ് മോഡിഫയേഴ്സ്. മോഡിഫയേഴ്സ് എന്താണ്, നമ്മൾ പറയും ആഡ്വേർബ്സ്, അഡ്ജക്റ്റീവ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. നൗണിനെ അല്ലെങ്കിൽ വേർബിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് അതിനെ ഒന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവം അല്ലെ. ഗേൾ എന്ന് പറയുമ്പോൾ ഗുഡ് ഗേൾ എന്ന് പറയുമ്പോൾ അവിടെ എന്തായി, അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മോഡിഫൈ ചെയ്യുവാണ് ഒരു കാര്യത്തിന്. ഓക്കെ, സോ അങ്ങനെ അതാണ് മോഡിഫയേഴ്സ്. അപ്പൊ അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതേപോലെ പാരലലിസം. ഓക്കെ, പാരലലിസം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സെന്റൻസിനെ എന്ത് ചെയ്യുക, അതിന്റെ ഒരു പാരലലിസം മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഇപ്പൊ നമ്മൾ പറയാണ് ഓക്കെ, ഷീ ലൈക്സ് ടു സ്വിം എന്ന് പറയാണ്, ഷീ ലൈക്സ് ടു സ്വിം ആൻഡ് ഹൈക്കിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്, ടു സ്വിം എന്ന് നമ്മൾ യൂസ് ചെയ്തു. അതേപോലെ തന്നെ ഇപ്പൊ ഹൈക്കിന്റെ കേസ് പറയുകയാണെങ്കിൽ അവിടെ ING ഇട്ടിട്ട് ഹൈക്കിംഗ് ആണ് യൂസ് ചെയ്തത്. അങ്ങനെയാണോ പറയേണ്ടത്? ആ സെന്റൻസ് പാരലലിസം ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതിന്റെ പാരലലിസം കൊണ്ടുവരുവാണെങ്കിൽ അതെങ്ങനെയാ പറയേണ്ടത്, ഷീ ലൈക്സ് സ്വിമ്മിങ് ആൻഡ് ഹൈക്കിംഗ് എന്നുള്ള രീതിക്ക് വേണമല്ലേ അത് പറയാന്. അതാണ് ആ ഒരു പോർഷനിൽ വരുന്ന പാരലലിസം എന്ന് പറയുന്നത്. അത് അവിടെ നിങ്ങൾ ഇങ്ങനത്തെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, പിന്നെ വരുന്നത് രണ്ട് പോർഷൻസ് എന്ന് പറയുന്നത് ഏകദേശം സിമിലർ ആണ്. ഇത് റീഡിംഗ് കോംപ്രിഹെൻഷനും ഇൻഫറൻസ് ബേസ്ഡ് പാസേജസും. ഇവിടെ നിന്ന് റീഡിംഗ് കോംപ്രിഹെൻഷൻസ് നിങ്ങൾക്ക് അറിയാം, അത് ഒരു പാരഗ്രാഫ് തരും, ഒരു പാസേജിന് വേണ്ടി തരും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വേണം ഇവിടെ ആൻസർ ചെയ്യാൻ. വളരെ സിമ്പിൾ ആണ്. ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് വായിക്കാനും ഏതൊരാൾക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ് ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇൻഫറൻസ് ബേസ്ഡ് പാസേജസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമുക്ക് പിന്നെ തരുന്ന പാസേജസ് കുറച്ചുകൂടി ഡെപ്ത് ഉള്ളതായിരിക്കും. അതിനുള്ളിൽ മീനിങ് നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യണം, ഒന്ന് ചൂഴ്ന്നെടുക്കേണ്ടി വരും. ഓക്കെ, അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങൾ എത്തേണ്ടി വരും. അങ്ങനത്തെ പാസേജസ് ആണ് എന്ത് ഇൻഫറൻസ് ബേസ്ഡ് പാസേജസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇനി അങ്ങോട്ട് വരുന്ന 3 സംഭവങ്ങൾ ഏതൊക്കെയാണ്, സിലോജിസംസ്, ലോജിക്കൽ കൺസിസ്റ്റൻസി, ഡിഡക്റ്റീവ് റീസണിങ്. ഈ 3 പോർഷൻസ് ഉണ്ട്. ഇത് 3 എന്ന് പറയുന്നത് വളരെ ട്രിക്കിയാണ്. അതായത് ഇവിടെ നിങ്ങൾ ലോജിക്കാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ലോജിക്കൽ റീസണിങ് പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഈ ഒരു കേസിൽ അവിടെ ഇവര് നമ്മളെ ഇംഗ്ലീഷിലുള്ള ഒരു എന്താ പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ വേർബൽ എബിലിറ്റിക്ക് അപ്പുറം അവരവിടെ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ലോജിക്ക് കൂടിയാണ്. ഓക്കെ, ഇപ്പം ഈ ഒരു 3 സംഭവത്തിന്റെ കേസിൽ നിങ്ങളോട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, all dogs are animals അല്ലേ, and all animals have 4 legs and that's why all dogs have 4 legs എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ആലോചിക്കും അല്ലെ, എല്ലാ ഡോഗ്സും ആനിമൽസ് ആണ്, എല്ലാ ആനിമൽസിനും 4 കാലുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും എല്ലാ ആനിമൽസിനും 4 കാല് തന്നെ ഉണ്ടോ അല്ലെ. അങ്ങനെ നമ്മളെ കൊണ്ട് ഇങ്ങനെ തിങ്ക് ചെയ്യിപ്പിക്കും. ഇങ്ങനെ തിങ്ക് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, അതിൽ നിന്ന് നമ്മൾ ആൻസർ ചെയ്യണം. ഓക്കെ, ട്രൂ ഓർ ഫാൾസ് എന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കും നമ്മുടെ ലോജിക്കൽ കൺസിസ്റ്റൻസിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ആ ഒരു ലെവൽ എന്ത് ചെയ്യണം, അത് ആൻസർ ചെയ്യണം. അപ്പം ഈ 3 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക, ലോജിക്കലി നന്നായിട്ട് വായിച്ച് തിങ്ക് ചെയ്ത് ആൻസർ ചെയ്യേണ്ട പോർഷൻസ് ആണ്. സോ ഇത്രയാണ് നിങ്ങളുടെ
IPMAT ഇൻഡോറിന്റെ വെർബൽ എബിലിറ്റിയിൽ വരുന്ന പോർഷൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത്. സോ അതൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നല്ല രീതിക്ക് തന്നെ നിങ്ങൾ IPMAT അറ്റൻഡ് ചെയ്യുക. ആൻഡ് കൂടുതൽ IPMAT റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, താങ്ക് യു.